ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കോയിച്ചിന മുതൽ തൊണ്ടയാട് വരെ പോകുന്നുണ്ട്. നമുക്ക് ഈ നാഷണൽ ഹൈവേൻ്റെ വർക്ക് എവിടം വരെ ആയി എന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് ഇത്രയൊന്നും ആയിട്ടില്ല. ഇവിടെ ഡിവൈഡറിൻ്റെ കളറടിക്കൽ കഴിഞ്ഞിരിക്കണു. ഈ ഭാഗത്തൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്തു. ഞാനിപ്പോൾ കോയിച്ചിന കഴിഞ്ഞു, വെന്നിയൂർ എത്താനായിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഈ ലൈറ്റ് വെച്ച പോസ്റ്റ് മേലൊക്കെ 2 ലൈറ്റ് ഉണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെ. താഴത്തേത് വരുന്നത് സർവീസ് റോട്ടുമൊക്കെയാണ്, മുകളിൽ വരുന്നത് ഈ ഹൈവേമൊക്കെയാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കക്കാടെത്താനായി. കക്കാടാണിത്. കക്കാട് ഇനി ചെമ്മാട്ടിക്കൊക്കെ പോകേണ്ട ആളുകൾ മുകളിലൂടെ പോകേണ്ടി വരും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സിറ്റ് ഇല്ല, കയറാൻ പറ്റില്ല. ഇനി അവിടുന്ന് വരുന്ന ആളുകൾക്ക് ഹൈവേമൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കയറാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, അതാണ്ടില്ല, ഇവിടെ തന്നെ. ഇവിടുന്ന് ഇങ്ങനെ ഹൈവേമൊക്കെ കയറാം. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും വർക്ക് പകുതി പോലും ആയിട്ടില്ലല്ലോ. അത്രയും ഹൈറ്റിൽ റോഡ് പൊന്താനുണ്ട്, അത്രയും ഹൈറ്റിൽ മണ്ണടിക്കണം. ഉണ്ടല്ലേ, മണ്ണൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ കുളപ്പുറത്താനായിട്ടുണ്ട്. ഇത്രയും ഹൈറ്റിൽ എന്താ ഹൈറ്റില്ല, അവിടെയൊക്കെ അതാ മണ്ണടിക്കുന്നത്. എയർപോർട്ടിലേക്ക് വരുന്നവർ താഴെക്കൂടെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ഇല്ല കേട്ടോ. ഈ സർവീസിനോട് മുകളിലൂടെ കയറണം. മുകളിലൂടെ കയറിയിട്ട് ഇവിടുന്ന് അപ്പുറം കടക്കണം. ഈ പാലത്തിൽ കൂടി റൈറ്റ് കട്ട് ചെയ്തിട്ട് ഇതിലൂടെ ഇറങ്ങി വന്നെങ്കിൽ നമുക്ക് എയർപോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് ഇല്ല. താഴത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ഇല്ല. താഴത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓടി എക്സിറ്റ് കാണുന്നില്ല. എവിടെ എത്തിയെന്ന് എനിക്കെന്നെ ഒരു ഐഡിയ ഇല്ല. റോട്ടിൽ നിരീക്ഷണ ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഒരു ക്യാമറ കാണുന്നു. ഇതിപ്പോൾ 2ാമത്തെ ക്യാമറ കേട്ടോ. ഈ ക്യാമറ ഈ ഭാഗത്തേക്കാണ് തിരിച്ചിട്ടുള്ളത്. ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്തേക്കാണ്. ഫസ്റ്റ് കണ്ട ക്യാമറ റൈറ്റ് ഭാഗത്തായിരുന്നു. ചാളാരി എത്തിയിട്ടില്ല, 2 ക്യാമറ കഴിഞ്ഞു. പെട്രോൾ പമ്പ് കാണുന്നുണ്ട്, പക്ഷേ എക്സിറ്റ് ഇല്ല, എണ്ണടിക്കണം.
എക്സിറ്റ് ഇവിടെ ചളരെത്തി. ഇതാ മൂന്നാമത്തെ ക്യാമറ അതാ കാണുന്നു. ഇത് അങ്ങോട്ടാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർക്കുള്ള. ഈ രണ്ട് സൈഡിലും വലിയ പാറകളായിരുന്നു. ഈ പാറൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ വീണ്ടും ക്യാമറ, നാലാമത്തെ ക്യാമറയാണിത്. ഇത് ഈ സൈഡിലാണ് ക്യാമറ. അഞ്ചാമത്തെ ക്യാമറയാണ് ഈ കാണുന്നത്. ഇത് രാമനാട്ടുകരയാണ്. ഇവിടെ ആദ്യം ഒരു ക്യാമറ ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു കേട്ടോ. എന്താ രസം റോഡ് കാണാൻ. ആ ലൈറ്റൊക്കെ രാത്രിയാണ് വർക്ക് ചെയ്യുമ്പോൾ അടിപൊളിയാവും. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റോഡിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു ഇവിടെ എല്ലാം. ഹൈലൈറ്റ് മാളാട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഹൈലൈറ്റ് മാളിലേക്കുള്ള എൻട്രൻസ് ഇനി താഴത്ത് കൂടിയാണ്. ഈ റോഡ് വന്നതോടുകൂടിയിട്ട് ഇവിടുത്തെ ബ്ലോക്കൊക്കെ ഒഴിവായി കിട്ടി. ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മുടെ ഹൈലൈറ്റ് മാളൊക്കെ കഴിഞ്ഞ് തൊണ്ടയാട് എത്താനായിട്ടുണ്ട്. തൊണ്ടയാട് വരെ ഉണ്ടാവുള്ളൂ ടൈം വീഡിയോ. നമ്മൾ തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ താഴെപ്പോൾ ഉള്ളത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.